ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വയലാൻഡ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ കെമിസ്ട്രിയുടെ ഒരു പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം തന്നെ നമ്മുടെ കെമിസ്ട്രിയുടെ ബേസിക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് ആറ്റത്തിനെ കുറിച്ചും ആറ്റത്തിൻ്റെ മോഡൽസിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അറ്റോമിക് സ്ട്രക്ചർ, ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഇന്നത്തെ പുതിയ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്താണ് കമൻറ്റ് ബോക്സിൽ നോക്കുക, അത് ഞാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ടോപ്പിക്കിലേക്ക് കടന്നു പോകാം. ഓക്കെ, അറ്റോമിക് സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആറ്റത്തിൻ്റെയും അതിൻ്റെ ഓരോ ഡിഫറൻറ്റ് ആൾക്കാർ പ്രൊപ്പോസ് ചെയ്ത ഓരോ മോഡൽസിനെയൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത്, ഒരു ആറ്റം ഹെവിലി സെൻറ്റർ ആയിട്ടുള്ളൊരു ന്യൂക്ലിയസ് ഉണ്ട്. അതിന് ചുറ്റും എന്താണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രോൺസ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയായിരുന്നു. അപ്പോൾ ദ പാത്ത് ത്രൂ വിച്ച് ദ ഇലക്ട്രോൺ റിവോൾവ്സ് അറൗണ്ട് എ ന്യൂക്ലിയസ്, നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്, ഹെവിലി മാസ്ഡ് ആയിട്ടുള്ള എന്താണ് പ്രോട്ടോൺസും അതുപോലെ തന്നെ എന്താണ് ന്യൂട്രോൺസുമാണ്. നമ്മൾ രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ന്യൂക്ലിയോൺസ് എന്നൊക്കെ വിളിക്കുമെന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കഴിഞ്ഞ വീഡിയോയും കൂടെ കണ്ടിട്ട് ഈ ക്ലാസ് കാണാൻ ഓർക്കുക. അപ്പോൾ ഹെവിലി സെൻറ്റേഡ് ആയിട്ടുള്ള ന്യൂക്ലിയസിന് ചുറ്റും എന്താണ് നമ്മുടെ നെഗറ്റീവ് പാർട്ടിക്കിൾ ആയിട്ടുള്ള എന്താണ് നമ്മുടെ ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ആ പാത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കുക, എന്താണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്നത്, ന്യൂക്ലിയസിന് ചുറ്റും എന്താണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ഒരു സാധാരണ ആറ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ ഒരുപാട് ഷെൽസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആറ്റം നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് പോസിറ്റീവ് ചാർജ് എന്താണ് നമുക്ക് ന്യൂക്ലിയസ് കാണാൻ പറ്റും. അതിനോട് ചുറ്റും എന്താണ് ഒരുപാട് ഓർബിറ്റുകൾ നമുക്കിപ്പോൾ നോക്കിയാൽ നമുക്ക് ഒരുപാട് ഓർബിറ്റുകൾ കാണാൻ പറ്റും. ഈ ഓരോ ഓർബിറ്റിലും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ നെയിമിംഗ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. നമ്മൾ ഓരോ നെയിമിംഗ് കൊടുക്കാറുണ്ട്. എക്സാമ്പിൾ എന്താണ് കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ എന്ന് പറയുന്ന പേരുകൾ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഷെല്ലുകൾ എന്ത് ചെയ്യാറുണ്ട്, ഡിനോട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ന്യൂമറിക്കൽ വാല്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കെക്ക് എന്താണ് റെസിപ്രോക്കേറ്റ് കൊടുക്കുന്നതാണ് എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത്, എൽ ഷെല്ലിന് 2 കൊടുക്കുന്നുണ്ട്, എം ഷെല്ലിന് എന്താണ് 3, എൻ ഷെല്ലിന് എന്താണ് 4. ഈ നമ്പർ നമ്മൾ എന്തിനാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഓരോ ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ കണ്ടുപിടിക്കാനും കൂടെ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നമ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഷെല്ലാണ് ആദ്യം വരുന്നത് എന്ത് ചെയ്യുക, ആ ഒരു ഓർഡർ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. നമുക്കറിയാം ഏതൊക്കെയാണ്, കെ എൽ എം എൻ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഷെല്ലിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. കെ എൽ എം എൻ ആണെന്ന് പറയുന്നത് ഷെല്ലിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. കെ ഷെൽ എന്താണ് നമ്പർ ഓർത്തിരിക്കുക, എന്താണ് കെ ഷെൽ എന്ന് പറഞ്ഞാൽ ഒന്ന്. ആ നമ്പർ നമ്മൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കെ ഷെല്ലാണെങ്കിൽ നമ്പർ എത്ര ആയിരിക്കും, 1. എൽ ഷെല്ലാണെങ്കിൽ എന്താണ് 2. എം ഷെല്ലാണെങ്കിൽ എന്താണ് 3. എൻ ഷെല്ലാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ 4 നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഈ നമ്പറുകൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ഓരോ ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2n² ആയിരിക്കും. 2n² എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഷെല്ലിലും നമുക്ക് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇപ്പം നമ്മൾ കെ ഷെല്ല് കൺസിഡർ ചെയ്യണം. നമ്മൾ കെ ഷെല്ല് കൺസിഡർ ചെയ്യുവാണെങ്കിൽ കെയുടെ നമ്പർ എത്രയാണ്, 1 ആണ് വരുന്നത്. കെയുടെ നമ്പർ എത്രയാണ് വരുന്നത്, 1. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 × 1². കെയുടെ വാല്യൂ എത്രയാണ് വരുന്നത്, 1 ആണ് വരുന്നത്. അപ്പോൾ 2 × 1². അവിടെ മാക്സിമം നമുക്ക് കൊള്ളാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയായിരിക്കും, 2 ഇലക്ട്രോൺസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കെ ഷെല്ലിൽ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി എൽ ഷെല്ലാണ് നമ്മളവിടെ നോക്കുവാണെങ്കിൽ എല്ലിൻ്റെ നമ്പർ എത്രയാണ് വരുന്നത്, 2 ആണ് നമ്മൾ എല്ലിന് കൊടുക്കുന്ന നമ്പർ. അപ്പോൾ എൽ ഷെല്ല് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 2 × 2². 2 × 2² എത്രയാണ്, 2 × 4 മൊത്തം എത്രയാണ്, 8 ഇലക്ട്രോൺ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എൽ എന്ന് പറയുന്ന ഷെല്ലിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി എം ഷെല്ലാണെങ്കിലോ, എം ഷെല്ല് നമ്മൾ എന്താണ് കൊടുക്കുന്നത്, 3 ആണ് കൊടുക്കുന്നത്. അപ്പോൾ 2 × 3² നമുക്ക് എത്രയാണ്, 9. 2 × 3 മൊത്തം നമുക്ക് എന്താണ് 18 ഇലക്ട്രോൺ ആണ് എം എന്ന് പറയുന്ന ഷെല്ലിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ എൻ ഷെല്ല് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് 4² എത്ര, 16. 16 × 2 മൊത്തം 32 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, എൻ എന്ന് പറയുന്ന ഷെല്ലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഈ എന്താണ് നമ്മൾ നമ്പർ കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ മനസ്സിലായല്ലോ. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഷെല്ല് വന്നിട്ട് നമ്മൾ നെയിമിൽ എന്ത് പറയുന്നുണ്ട്, കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്. ഞാൻ ഈ ഓർഡർ തന്നെ പറയുന്നതിൻ്റെ കാര്യം എന്താണ്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഈ ഓർഡർ തന്നെ പഠിച്ചാൽ വേറെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ആദ്യം വരുന്ന ഏതാണ്, കെ ഷെല്ല്. കെയുടെ നമ്പർ എത്രയാണ്, 1. അപ്പോൾ 2 × 1² എന്തായിരിക്കും, മൊത്തം 2 ഇലക്ട്രോൺ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കെ എന്ന് പറയുന്ന ഷെല്ല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. എല്ല്, കെ കഴിഞ്ഞാൽ ആരാണ്, എല്ലാണ് വരുന്നത്. അപ്പോൾ അവിടെ എത്രയായിരിക്കും, 2 × 2² എത്രയാണ്, 8 ഇലക്ട്രോൺ ആയിരിക്കും വരുന്നത്. പിന്നെ ഏതാണ് എം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 × 3² മൊത്തം എത്രയാണ്, 18 ഇലക്ട്രോണും. അതുപോലെ തന്നെ എന്താണ് എൻ ഷെല്ലാണെങ്കിൽ എത്രയായിരിക്കും, 2 × 4² എത്ര, മൊത്തം നമുക്ക് 32 ഇലക്ട്രോൺ ആയിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത്, എൻ എന്ന് പറയുന്ന ഷെല്ലിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഷെല്ല് നോക്കുകയാണെങ്കിൽ തന്നെ എന്താണ്, ഷെല്ലിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഒരുപാട് സബ് ഷെല്ലും അതുപോലെ തന്നെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ
ബേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് നമുക്ക് എല്ലാ എന്താണ് ആറ്റംസിനകത്ത് എന്തുണ്ട് ഹെവിലി സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതിന് ചുറ്റുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാത അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി എന്താണ് KLMN നമുക്ക് എന്താണ് KLMN എന്ന് പറയുന്ന ഷെല്ലുകളുണ്ട്. കെയിൽ എത്രയായിരിക്കും 2 ഇലക്ട്രോൺ, L എന്ന് പറഞ്ഞ ഷെല്ലിൽ എത്രയാണ് 8 ഇലക്ട്രോൺ, M എന്ന് പറഞ്ഞ ഷെല്ലിൽ 18 ഇലക്ട്രോൺ, N എന്ന് പറഞ്ഞ ഷെല്ലിൽ എത്രയാണ് 32 ഇലക്ട്രോൺ. ഓക്കെ, SSC നമ്മൾ നോക്കുമ്പോൾ അത്ര ഇമ്പോർട്ടൻസ് അല്ലാത്തൊരു സാധനമാണെങ്കിൽ പോലും റെയിൽവേ എക്സാംസ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് ചോദിക്കുന്നതാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരുപാട് സ്ഥലത്ത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കെമിസ്ട്രിയിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം ഒക്കെ നവംബറിൽ എക്സ്പെക്റ്റഡ് ആയിട്ട് പറയുന്നത് നമുക്ക് നവംബറിലാണ് എക്സാം വരുന്നത് ഗ്രൂപ്പ് ഡിയുടെ. അപ്പോൾ റെയിൽവേയുടെ ഒക്കെ എന്താണ് എസ്പെഷ്യലി ഗ്രൂപ്പ് ഡി എന്താണ് നമ്മുടെ 10th ലെവൽ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിലൊക്കെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും എടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏതെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ആറ്റം തന്നിട്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അറ്റോമിക് നമ്പർ തന്നിരിക്കും, അതിൻ്റെ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്ഥിരം നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് തന്നെ നമ്മളൊരു ബേസ് പഠിച്ചു വിടുമ്പോൾ സ്ഥിരം എല്ലാവരും ഒഴിവാക്കി വിടുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക എന്നുള്ളത്. അപ്പോൾ ആ സെക്ഷൻ എന്താണ് ഇന്ന് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ബേസ് ആണ് ഏതാണ് കെ ഷെല്ലിൽ എത്രയാണ് 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ എത്രയാണ് 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ എത്രയാണ് 18 ഇലക്ട്രോൺ, അതുപോലെ തന്നെ എന്താണ് എൻ ഷെല്ലിൽ മൊത്തം 32 ഇലക്ട്രോൺ ആണ് നമുക്ക് വരുന്നത്. ഇനി ഷെല്ലിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും സബ് ഷെൽസ് കാണാൻ പറ്റും. നമ്മളിപ്പോൾ നമ്മളൊരു ഹയറാർക്കി നോക്കുവാണെങ്കിൽ എന്താണ് ഓർബിറ്റൽസ് അല്ലെങ്കിൽ ഷെല്ല് അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും സബ് ഷെല്ല് കാണാൻ പറ്റും. ഇനി സബ് ഷെല്ലിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം നോക്കാം ഓരോ ഓർബിറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മാക്സിമം 2 ഇലക്ട്രോൺ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഓരോ സബ് ഷെല്ലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് കാണാൻ വേണ്ടി പറ്റുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സബ് ഷെല്ല് ഓരോ ഷെല്ലിൻ്റെ അകത്തും കാണുന്നതാണ് ഏതെന്ന് പറയുന്നത് സബ് ഷെല്ല് എന്ന് പറയുന്നത്. കെ ഷെല്ല് നമ്മൾ ആദ്യമേ പറഞ്ഞു നമുക്ക് എന്താണ് നെയിംലി ഏതാണ് KLMN ഏതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്ന ഷെല്ലുകൾ KLMN. അതിലെന്താണ് കെ ഷെല്ലിൻ്റെ അകത്ത് നമുക്ക് ഒരു സബ് ഷെല്ല് S എന്ന് പറഞ്ഞൊരു സബ് ഷെല്ല് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞു കെയിൽ എത്രയാണ് നമുക്ക് കൊള്ളാവുന്നത് മൊത്തം നമുക്ക് 2 ഇലക്ട്രോൺ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് കെ എന്ന് പറയുന്ന ഷെല്ലിൻ്റെ അകത്ത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നത്. ആ 2 ഇലക്ട്രോണും ഏത് സബ് ഷെല്ലിൻ്റെ അകത്താണ് ഇരിക്കുന്നത് S എന്ന് പറയുന്ന ഒരു സബ് ഷെല്ലിൻ്റെ അകത്താണ് എന്ത് ചെയ്യുന്നത് ഈ 2 ഇലക്ട്രോണും എന്ത് ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താണ് സബ് ഷെല്ല് S എന്ന് പറയുന്ന സബ് ഷെല്ലിൽ നമുക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ് മൊത്തം നമുക്ക് 2 ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് S എന്ന് പറയുന്ന സബ് ഷെല്ലിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അടുത്ത് വരുന്ന ഒരു സബ് ഷെല്ലാണ് ഏതെന്ന് പറയുന്നത് P എന്ന് പറയുന്ന സബ് ഷെല്ല്. P എന്ന് പറയുന്ന ഒരു സബ് ഷെല്ല് അവിടെ നമുക്ക് മാക്സിമം എത്ര ഇലക്ട്രോൺ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും മൊത്തം നമുക്ക് 6 ഇലക്ട്രോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും P എന്ന് പറയുന്ന ഒരു സബ് ഷെല്ലിൻ്റെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത് D എന്ന് പറയുന്ന ഒരു സബ് ഷെല്ല് നമുക്ക് മാക്സിമം എത്ര ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും 10 ഇലക്ട്രോൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും D എന്ന് പറയുന്ന ഒരു സബ് ഷെല്ലിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ F എന്ന് പറയുന്ന സബ് ഷെല്ലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൊത്തം നമുക്ക് 14 എന്താണ് ഇലക്ട്രോൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻക്ലൂഡ് ചെയ്യാം. ഈ നമ്പർ ആണോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ട് 2, 6, 10, 14 നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു എന്താണ് കെ ഷെല്ലിൽ നമുക്ക് എത്രയാണ് 2 ഇലക്ട്രോൺ ആണ് മാക്സിമം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണ് അതിൻ്റെ അകത്ത് എന്ത് മാത്രമേ വരുന്നുള്ളൂ S എന്ന് പറയുന്ന ഒരേ ഒരു സബ് ഷെല്ല് മാത്രമേ എന്ത് വരുന്നുള്ളൂ കെ ഷെല്ലിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാക്സിമം നമുക്ക് 2 ഇലക്ട്രോൺ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. ഇനി L രണ്ടാമത് വരുന്ന ഷെല്ല് എന്താണ് നമുക്ക് ഔട്ടർ എന്താണ് അകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടാമത് വരുന്ന ഷെല്ലാണ് ഏതെന്ന് പറയുന്നത് L ഷെല്ല് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്ത് പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണെന്ന് പറഞ്ഞു 2 × 2 സ്ക്വയർ എത്രയാണ് 2 × 4 നമുക്ക് മൊത്തം 8 ഇലക്ട്രോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് വന്നത് L എന്ന് പറയുന്ന സബ് ഷെല്ലിനകത്ത് L എന്ന് പറയുന്ന ഷെല്ലിൻ്റെ അകത്ത് ഏതൊക്കെ സബ് ഷെല്ലാണ് വരുന്നത് S എന്ന് പറയുന്ന സബ് ഷെല്ലും വരുന്നുണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട് P എന്ന് പറയുന്ന സബ് ഷെല്ലും വരുന്നത്. 2 സബ് ഷെല്ലുകൾ ആണ് വരുന്നത്. ഏതൊക്കെയാണ് S-ഉം വരുന്നുണ്ട് P-യും വരുന്നുണ്ട്. S-ൽ നമുക്ക് എത്ര കൊള്ളാൻ പറ്റും S-ൽ നമുക്ക് മൊത്തം എന്താണ് 2 ഇലക്ട്രോൺ കൊള്ളാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് P എന്ന് പറയുന്ന സബ് ഷെല്ല് നമുക്ക് എത്ര കൊള്ളാൻ പറ്റും 6 എണ്ണം കൊള്ളാൻ പറ്റും. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് എന്താണ് L എന്ന് പറയുന്ന സബ് ഷെല്ലിനകത്ത് മാക്സിമം എത്ര നമുക്ക് കൊള്ളാൻ പറ്റും 2 × 2 സ്ക്വയർ എത്രയാണ് 8 ഇലക്ട്രോൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും L എന്ന് പറയുന്ന സബ് ഷെല്ലിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് വന്നത് S എന്ന് പറയുന്ന സബ് ഷെല്ലിൻ്റെ അകത്ത് 2 ഇലക്ട്രോണും അതുപോലെ തന്നെ എന്താണ് P എന്ന് പറയുന്ന സബ് ഷെല്ലിൻ്റെ അകത്ത് 6 2 + 6 അത് ചേർന്നാണ് നമുക്ക് എന്താ പറയുന്നത് L ഷെല്ലിൻ്റെ അകത്ത് നമുക്ക് മൊത്തം 8 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട് അക്കോമഡേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇനി അടുത്ത് എം ഷെല്ല് നമ്മൾ പറഞ്ഞു എം ഷെല്ലിൻ്റെ നമ്പർ എത്രയാണ് വരുന്നത് 3 സ്ക്വയർ 2 × 3 സ്ക്വയർ നമുക്ക് മൊത്തം എത്രയാണ് മൊത്തം നമുക്ക് 18 ഇലക്ട്രോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് കൊള്ളാൻ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നുണ്ട്. അവിടെ നമുക്ക് നോക്കി മനസ്സിലായി എന്താണ് S എന്ന് പറയുന്ന സബ് ഷെല്ല് നമുക്ക് എത്ര എണ്ണം പറ്റും 2 ഇലക്ട്രോൺ. അതുപോലെ തന്നെ P എന്ന് പറയുന്ന സബ് ഷെല്ല് എത്രയാണ് 6 ഇലക്ട്രോൺ. അതുപോലെ തന്നെ എന്താണ് D എന്ന് പറയുന്ന സബ് ഷെല്ല് നമുക്ക് എത്ര എണ്ണം കൊള്ളാൻ പറ്റും 10 ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റും
അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 6+2+ എത്രയാണ്? 10. അതെല്ലാം കൂടെ ചേർത്താണ് നമുക്ക് എന്ത് പറയുന്നത് 18 ഇലക്ട്രോൺ എന്താണ് എം ഷെല്ലിൻ്റെ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് നോക്കി മനസ്സിലായി എന്താണ് എസ് മാത്രം വരുന്നെങ്കിൽ 2, അടുത്ത എൽ വരുമ്പോൾ എന്ത് വരുന്നുണ്ട് എസും വരുന്നുണ്ട് പിയും വരുന്നുണ്ട്, മൊത്തം എന്ത് ചെയ്യുന്നുണ്ട് 18 എന്താണ് 2+6 മൊത്തം 8 ഇലക്ട്രോണും. അത് കഴിഞ്ഞ് എം ഷെല്ല് വരുമ്പോൾ എന്ത് ആരും കൂടെ വരുന്നുണ്ട് ഡിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ 8+2 അതാകുമ്പോൾ എത്രയായി മൊത്തം 8+10 എന്താണ് മൊത്തം 18 ഷെല്ല്. അടുത്ത് എൻ ഷെല്ല് നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് എസ് പി ഡി എത്ര ആയപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി എത്രയായി എസിൽ നമുക്ക് 2 എണ്ണം വരുന്നുണ്ട്, പിയിൽ നമുക്ക് എത്രയാണ് 6 എണ്ണം വരുന്നുണ്ട്, ഡിയിൽ എത്രയാണ് 10, എല്ലാം കൂടെ നമുക്ക് 18 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. എഫിലും കൂടെ എത്ര വരുന്നത് എഫിൽ നമുക്ക് മാക്സിമം കപ്പാസിറ്റി എത്രയാണ് മൊത്തം എഫിൽ നമുക്ക് 14 ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ എഫും കൂടെ വരുമ്പോൾ 18+14 എത്രയാണ് മൊത്തം 32 ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ എന്ന് പറയുന്ന ഷെല്ലിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 2 × 4² 16, 2 × 16 എത്ര 2 × 16 നമുക്ക് എത്ര മൊത്തം 32 ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ എന്ന് പറയുന്ന ഷെല്ലിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് കെ എന്ന് പറയുന്ന ഷെല്ലാണെങ്കിൽ എത്രയാണ് മൊത്തം 2 ഇലക്ട്രോൺ, അത് 2 ആർക്ക് തന്നെയാണ് വരുന്നത് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൻ്റെ അകത്ത് തന്നെയാണ്. ജസ്റ്റ് എത്ര ഓർത്തിരുന്നാൽ നമ്മളിപ്പോൾ വലിയൊരു ഫ്ലാറ്റ് എടുക്കുന്നു, ഫ്ലാറ്റിൽ മൊത്തം 100 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 30 പേര് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഒരു ഫ്ലാറ്റിൽ എത്ര ആയിരിക്കും 2 പേര്, അടുത്ത ഫ്ലാറ്റിൽ എത്ര ആയിരിക്കും 6 പേര്. അങ്ങനെ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ എടുക്കുന്നു, സ്കൂളിൽ ഇപ്പോൾ ഒരു ക്ലാസ് മാത്രം എന്താണ് ഒറ്റ ബാച്ച് മാത്രമുള്ള ഒരു സ്കൂൾ, അവിടെ ഇപ്പോൾ എത്രയാണ് 2 പിള്ളേരുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ എണ്ണം എന്ത് തന്നെ ആയിരിക്കും 2 ആയിരിക്കും, ബാച്ചിലർ സ്റ്റുഡൻസിൻ്റെ എണ്ണം എത്ര ആയിരിക്കും 2 തന്നെ ആയിരിക്കും. ഇനി വേറൊരു സ്കൂൾ മൊത്തം 5 പിള്ളേരാണ് ഉള്ളതെന്ന് വെച്ചാൽ ആദ്യത്തെ ബാച്ചിൽ 2 പിള്ളേരായിരിക്കും, അടുത്ത ബാച്ചിൽ എത്ര ആയിരിക്കും 6 പിള്ളേർ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻ വരത്തില്ല. അപ്പോൾ ആ സ്കൂളിലെ എണ്ണം മൊത്തം എത്ര ആയിരിക്കും, മൊത്തം സ്കൂളിൽ 8 പിള്ളേരുണ്ടായിരിക്കും, ഒരു ബാച്ചിൽ 2 പിള്ളേർ, അടുത്ത ബാച്ചിൽ എത്രയാണ് 6 പിള്ളേർ. വേറൊരു സ്കൂൾ വരുന്നു, മൊത്തം എത്രയാണ് 18 പിള്ളേരാണ് ആ സ്കൂളിലുള്ളത്. അതായത് ആദ്യത്തെ ബാച്ചിൽ 2 പേര്, അടുത്ത ബാച്ചിൽ എത്രയാണ് 6 പേര്, വീണ്ടും ഒരു ക്ലാസ്സും കൂടെ വന്നാൽ എത്ര വരും, അതിൽ 10 പിള്ളേരുണ്ടെങ്കിൽ മൊത്തം 18. സെയിം ഒരു ഇതാണ് നമുക്ക് കെ എന്ന് പറഞ്ഞ ഷെല്ലിൻ്റെ അകത്ത് എത്രയാണ് 2 ഇലക്ട്രോൺ വരുന്നത്, അത് 2 ആരുടെ തന്നെയാണ് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൻ്റെ ആണ്. എൽ എന്ന് പറയുന്ന ഷെല്ലിൻ്റെ അകത്ത് 2 സബ്ഷെല്ലുണ്ട്, 2 എണ്ണം ആരതാണ് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൻ്റെയും 6 എണ്ണം ആരതാണ് പി എന്ന് പറയുന്ന സബ്ഷെല്ലിൻ്റെയും. എം ഷെല്ലിൽ എത്ര വരുന്നുണ്ട് നമുക്ക് മൊത്തം 18 ആണ്, 2 എസ് 6 പി 10 എണ്ണം ആരുടേതാണ് ഡി എന്ന് പറയുന്ന സബ്ഷെല്ല്. എൻ വരുമ്പോൾ എത്രയാണ് മൊത്തം നമുക്ക് 32, 18+ എന്താണ് എഫ് എന്ന് പറയുന്ന സബ്ഷെല്ല് വരുമ്പോൾ എത്രയും കൂടെ വരുന്നുണ്ട് 14 ഇലക്ട്രോണും കൂടെ വരുന്നുണ്ട്, അതെല്ലാം കൂടെ ചേർത്താണ് 32 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട് എൻ എന്ന് പറയുന്ന ഷെല്ലിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ടോട്ടലി വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ആറ്റത്തിൻ്റെ നമുക്ക് എന്തുണ്ടെന്ന് അറിയാം, ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടെന്നറിയാം. ഈ ഇലക്ട്രോൺസിന്റെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് എ സെറ്റ് ഓഫ് 4 ഇൻഡിജേഴ്സ്, എ സെറ്റ് ഓഫ് 4 ഇൻഡിജേഴ്സ്. മൊത്തം നമുക്ക് 4 നമ്പേഴ്സ്, നമ്മളപ്പോൾ ആധാറൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു സെറ്റ് ഓഫ് നമ്പർ എന്താണ് 10 നമ്പറുള്ള ഒരു ഐഡിയ ആണ് നമ്മുടെ ആധാർ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഏതൊരു ഐ ഡി കാർഡ് എടുത്താലും എന്താണ് ചില നമ്പേഴ്സും അതുപോലെ തന്നെ എന്താണ് കുറച്ച് ലെറ്റേഴ്സും നമ്പേഴ്സും അടങ്ങിയതായിരിക്കും നമ്മൾ എന്ത് പറയുന്നത് ഒരു ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് 4 ഇൻഡിജേഴ്സ്, ഒരു 4 നമ്പേഴ്സ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത് ഒരു ആറ്റത്തിന്റെ എല്ലാ എന്താണ് ക്വാളിറ്റീസ് എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി, ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ എല്ലാ ക്വാളിറ്റീസും ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് 4 ഇൻഡിജേഴ്സ്, ഒരു 4 ഇൻഡിജേഴ്സ് വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഒരു ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഐഡന്റിഫൈ. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ഇപ്പോൾ നമ്മൾ പേര് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആരാണ് രാഹുൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഒരുപാട് രാഹുൽ ഉണ്ടായിരിക്കും. അപ്പോൾ രാഹുലിന്റെ കൂടെ എന്താണ് ഇനിഷ്യൽ ഉണ്ടായിരിക്കും, ഇനിഷ്യലിലൂടെ ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് എന്താണ് ഒരു ക്ലാസ്സിൽ എന്താണ് 10th ക്ലാസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഒരുപാട് ഡിവിഷൻ ഉണ്ടായിരിക്കും, അവിടെ എന്താണ് ഒരുപാട് രാഹുൽമാരുണ്ടായിരിക്കും. അപ്പോൾ 10th ക്ലാസ്സിലെ അല്ലെങ്കിൽ ഇന്ന ബാച്ച് എന്താ 10th സിയിലെ രാഹുൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 2-3 രാഹുൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും എന്താ പറയുക രാഹുലിന്റെ ഇനിഷ്യലും കൂടെ ചേർത്ത് പറയാം. അപ്പോൾ എന്താണ് അത്രയും നമുക്ക് എന്ത് ചെയ്യാം സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരാളെ വ്യക്തമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ 2-3 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യും ഐഡന്റിഫൈ ചെയ്യുന്നത്. സെയിം കൺസെപ്റ്റ് തന്നെയാണ്, ഒരു 4 സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലാ ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് മെയിൻലി 4 ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ആദ്യം വരുന്ന ഏതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. രണ്ടാമത് വരുന്ന ഏതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. പിന്നെ വരുന്ന ഏതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. പിന്നെ വരുന്ന ഏതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഏതൊക്കെയായിരുന്നു ആദ്യം വരുന്ന ഏതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതായത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ് എൻ, സ്മോൾ ലെറ്റർ എൻ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഏതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്തുകൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എൽ, സ്മോൾ ലെറ്റർ എൽ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ത് ചെയ്യുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, എന്താണ് സ്മോൾ ലെറ്റർ എം ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ത് ചെയ്യുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്ന ഏതാണ്
സ്പിൻ ക്വാണ്ടം നമ്പർ ഇതാണ് സ്മോൾ ലെറ്റർ എസ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് നമ്മൾ പ്രീവിയസ്ലി എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഈ ഓരോ ക്വാണ്ടം നമ്പേഴ്സ് എന്താണ് ഓരോ ക്യാരക്ടേഴ്സിനാണ് എന്ത് ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യുന്നത്. ഓരോ ക്യാരക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഓരോ ക്വാണ്ടം നമ്പേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക് തന്നിട്ട് ഇതിൽ ഏത് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏത് ക്വാണ്ടം നമ്പറാണ് എന്ത് ചെയ്യുന്നത് ഈ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കൂടുതലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി തന്നിരിക്കും, ആ ഐഡന്റിറ്റി ഏത് ക്വാണ്ടം നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കും സ്ഥിരം എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് കാണാറ്. അപ്പോൾ 4 പേര് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അവരെന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നത് അതും എന്ത് ചെയ്യണം നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യണം മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ 4 ക്വാണ്ടം നമ്പർ? ആദ്യം വരുന്നതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, പിന്നെ വരുന്നതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ, തേർഡ് വരുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, 4ാമത് വരുന്നതാണ് സ്പിൻ ക്വാണ്ടം. എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ആദ്യം വരുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിനോട്ടഡ് ബൈ എന്താണ് സ്മോൾ ലെറ്റർ എൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ത് ചെയ്യുന്നു ഡിനോട്ട് ചെയ്യുന്നു. ഇനി അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഡിസ്ക്രൈബ്സ് ദ നെയിം സൈസ് ആൻഡ് എനർജി ഓഫ് ദ ഷെൽ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു ഷെല്ലിന്റെ നെയിം സൈസ് ആൻഡ് എനർജി എന്താണ് ഒരു ഇലക്ട്രോൺ നമുക്കറിയാം. ഇലക്ട്രോൺസ് എന്താണ് ഡിഫറെൻറ്റ് ഒരുപാട് ഷെല്ലുകളാണ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ഷെല്ലിന്റെ നെയിം അതുപോലെ തന്നെ എന്താണ് സൈസ് അതുപോലെ തന്നെ എന്താണ് എനർജി അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം എന്താണ് നമ്പർ n നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ത് നമ്പർ വെച്ചാണ് ഉപയോഗിക്കുന്നത്? സ്മോൾ ലെറ്റർ n വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ 1 ഓക്കെ എന്താണ് സ്മോൾ ലെറ്റർ n 1 ആണെങ്കിൽ അത് ഏതായിരിക്കും ഷെൽ എന്ന് പറയുന്നത്? കെ ഷെൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ് നമ്മൾ KLMN എന്താണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 1 2 3 4 അതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് KLMN ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? അത് ഏതായിരിക്കും ഷെൽ എന്ന് പറയുന്നത്? കെ ഷെല്ലിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമ്പർ 2 എന്താണ് നമ്പർ 2 ആണെങ്കിൽ അത് ഏതായിരിക്കും? ഷെല്ല് L ആയിരിക്കും. നമ്പർ 3 ആണെങ്കിൽ ഏതാണ്? ഷെല്ല് M. നമ്പർ 4 ആണെങ്കിൽ എന്താണ്? ഷെല്ല് N. ഓരോ ഷെല്ല് കൂടി പോകും തോറും എന്താണ് ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് നെയിം അതുപോലെ എന്താണ് ഡിഫറെൻറ്റ് നമ്പർ. ഏറ്റവും അകത്ത് കിടക്കുന്നത് ആദ്യത്തെ ഷെല്ലാണ് ഏതെന്ന് പറയുന്നത് കെ ഷെല്ല് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്ന ഷെല്ല് ഏതാണ്? എൽ ഷെല്ല്. പിന്നെ വരുന്ന ഷെല്ല് ഏതാണ്? എം ഷെല്ല്. പിന്നെ വരുന്നത് എന്താണ്? N അപ് ടു ഇൻഫിനിറ്റി വരെ എന്ത് ചെയ്യുന്നുണ്ട് പോസിറ്റീവ് എന്താണ് അപ് ടു ഇൻഫിനിറ്റി പോസിറ്റീവ് നമ്പേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആൾവേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യ ഷെല്ല് ഒന്നാമത്തെ ഷെല്ല് കെ ഷെല്ല്, ഏതാണ് L, പിന്നെ ഏതാണ് M N. ഇനി അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ആദ്യത്തെ ഷെല്ല് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ആദ്യത്തെ ഷെല്ല് എന്താണ് ഇവിടെ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യത്തെ ഷെല്ലിന്റെ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ് കെ ഷെല്ലാണ്. ഇനി സൈസ് നമ്മൾ കമ്പയർ ആണെങ്കിൽ ഏറ്റവും ചെറിയ ഷെല്ലും കൂടെയാണ് കെ ഷെല്ല് എന്ന് പറയുന്നത്. കെ ഷെല്ലാണ് ഏറ്റവും ചെറിയ ഷെല്ലെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സൈസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് എനർജി ഷെല്ലിന്റെ എനർജി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി സെയിം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ വേറൊരു സാധനത്തിനും കൂടെ ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ടു ദ ന്യൂക്ലിയസ്. ഇപ്പോൾ എൻ ഷെല്ലിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും എത്രയായിരിക്കും എന്തെന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ സെന്റർ തൊട്ട് അതിൽ കിടക്കുന്ന ഷെല്ല് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിന്റെ ഷെല്ലിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും എന്ന്. അപ്പോൾ ഏത് ഷെല്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഇലക്ട്രോണും പിന്നെ എന്താണ് ന്യൂക്ലിയസിന്റെ സെന്റർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഡിസ്ക്രൈബ്സ് ദ നെയിം സൈസ് ആൻഡ് എനർജി എന്താണ് ഒരു ഷെല്ലിന്റെ നെയിം സൈസ് എനർജി അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഡിറ്റർമൈൻസ് ദ ഷേപ്പ് ഓഫ് ഇലക്ട്രോൺ കർവ് നമ്പർ ഓഫ് സബ് ഷെൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഓരോ ഷെല്ലിൻ്റെ അകത്ത് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഉള്ളത്. കെ ഷെല്ലാണെങ്കിൽ എന്താണ് ഒരു ഷെൽ സബ് ഷെൽ എസ് മാത്രമാണ് വരുന്നത്. L ആണെങ്കിൽ 2 സബ് ഷെല്ല് വരുന്നുണ്ട്. എന്താണ് M ആണെങ്കിൽ 3 സബ് ഷെല്ലും N ആണെങ്കിൽ എന്താണ് 4 സബ് ഷെല്ലും വരുന്നുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എത്ര സബ് ഷെല്ല് വരണം ഒരു എന്താണ് ഷെല്ലിൻ്റെ അകത്ത് എത്ര നമ്പർ ഓഫ് സബ് ഷെൽ എത്ര സബ് ഷെല്ല് വരണം. അതുപോലെ തന്നെ എന്താണ് ഷേപ്പ് ഓഫ് ഇലക്ട്രോൺ കൗണ്ടിന്റെ ഷേപ്പും ആരായിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത്? അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ് എന്ത് ചെയ്യുന്നത് ഡിറ്റർമൈൻ വേണ്ടി ചെയ്യുന്നത്. ഇനി അത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്മോൾ ലെറ്റർ L വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ത് ചെയ്യുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി അതിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും വാല്യൂ എന്താണ് 1 to ഇൻഫിനിറ്റി. അതങ്ങനെ 1 2 3 4 അപ് ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആൾവേസ് പോസിറ്റീവ് നമ്പർ ആയിരിക്കും നമ്മൾ പറഞ്ഞു. ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പർ നോക്കുവാണെങ്കിൽ എപ്പോഴും വാല്യൂസ് എന്തായിരിക്കും 0 to n-1. n എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് നമ്മൾ അവിടെ എന്തായിട്ട് ഉപയോഗിക്കുന്നത് n ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 0 to n-1 അതായിരിക്കും എന്തെന്ന് പറയുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 എന്ന് പറഞ്ഞാൽ എന്താണ്
കെ ഷെല്ല് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും n-1 എന്ന് പറയുമ്പോൾ എന്താണ് എന്നിന്റെ വാല്യൂ അവിടെ എന്താണ് 1 1 - 1 എനിക്ക് എന്തേ കിട്ടത്തുള്ളൂ 0 മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ കെ എന്ന് പറയുന്ന ഷെല്ലിന്റെ അകത്ത് എത്ര മാത്രമേ കാണത്തുള്ളൂ ആംഗുലർ മൊമെന്റ് ക്വാണ്ടം നമ്പർ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ മറ്റൊരു പേരും കൂടാണ് ഏത് പറയുന്നത് ആംഗുലർ മൊമെന്റം അല്ലെങ്കിൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ കെ എന്ന് പറയുന്ന ഷെല്ലിന്റെ n നമ്പർ എത്രയാണ് 1 ആണ് വരുന്നത്. അപ്പോൾ ഏതാണ് നമ്മൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എത്രയായിരിക്കും 1 - 1 0 ആയിരിക്കും. അതായത് എന്താ കാണത്തുള്ളൂ ഒറ്റ സബ്ഷെല്ലിൽ മാത്രമേ കാണത്തുള്ളൂ. ഒറ്റ സബ്ഷെൽ L = 0 എന്താണ് ഈക്വൽ ആയിട്ടുള്ള ഒറ്റ സബ്ഷെല്ലിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ. ഇനി സെക്കൻഡ് ഷെല്ല് വരുവാണ് എൽ ഷെല്ല് വരുവാണെങ്കിൽ എൽ ഷെല്ലിലാണ് വരുമ്പോൾ എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണ് 2 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് 2 - 1 2 ഒന്ന് ഓർത്ത് നമുക്ക് എന്ത് കിട്ടും 0 വരുന്നുണ്ട് പിന്നെ എന്തും വരുന്നുണ്ട് 1 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ എൽ എന്ന് പറയുന്ന ഷെല്ലിൻ്റെ നമുക്ക് എന്താണ് 2 സബ്ഷെല്ല് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് വരുന്നത് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലും ഉണ്ട് പിന്നെ എന്ത് വരുന്നുണ്ട് പി എന്ന് പറയുന്ന സബ്ഷെല്ലും ഉണ്ട്. അടുത്ത് എം എന്ന് പറയുന്ന സബ്ഷെൽ എം എന്ന് പറയുന്ന ഷെല്ലിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണ് 3 ആണ് വരുന്നത്. 3 - 1 എന്ത് കിട്ടും നമുക്ക് 2 കിട്ടും. അതായത് 0 എന്ന് പറയുന്ന ഒരു സബ്ഷെൽ ഉണ്ടായിരിക്കും 1 എന്ന് പറയുന്ന ഒരു സബ്ഷെൽ ഉണ്ടായിരിക്കും 2 എന്ന് പറയുന്ന ഒരു സബ്ഷെൽ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് വരുന്നത് 0ക്ക് ഈക്വലന്റ് ആയിട്ട് എസ് 1ന് ഈക്വലന്റ് ആയിട്ട് പി 2ന് പകരമായിട്ട് എന്താണ് ഡി. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് എന്ത് ചെയ്യുന്നത് നമ്പർ ഓഫ് സബ്ഷെല്ലിനെ എന്ത് ചെയ്യുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്ന ആരായിരിക്കും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് നമ്പർ ഓഫ് എന്താണ് സബ്ഷെല്ലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. n-1 പ്രിൻസിപ്പൽ ക്വാണ്ടം എന്താണ് നമ്മളെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ കാട്ടി 1 കുറവ് n-1 എന്ന് പറയുന്നതായിരിക്കും എന്ത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്നത് 0 to ആ നമ്പർ വരെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ടില്ല നിങ്ങൾ എത്ര മാത്രം ഓർത്തിരുന്നാൽ മതി KLMN എത്രയും മാത്രം നിങ്ങൾ ഓർത്തിരുന്നത് KLMN KL ആണെങ്കിൽ എന്താണ് ഒറ്റ ഷെല്ല് എന്താണ് എസ് എന്ന് മാത്രമുള്ള കാരണമേ ഉള്ളൂ. കാരണം എന്താണ് 1 ആണ് നമ്പർ വരുന്നത് 1 - 1 0 മാത്രം. അപ്പോൾ 0ക്ക് ഈക്വലന്റ് ആയിട്ട് എന്താണ് എസ് എല് പിന്നെ എന്താണ് ഇവിടെ നമുക്ക് 2 എണ്ണം വരുന്നുണ്ട് 2 - 1 എന്നിട്ട് 1. അപ്പോൾ 0യും 1 വരുന്നുണ്ട് എന്തുണ്ട് എസും പിയും വരുന്നുണ്ട്. ഇവിടെ 3 എന്താണ് 3 - 1 എന്തിട്ടുണ്ട് 0 1 2 3 എണ്ണം വരുന്നുണ്ട് എസ് പി ഡി വരുന്നുണ്ട്. അവിടെ എന്താണ് SPDF 4 ഷെല്ലും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ഇനി മൂന്നാമത് വരുന്നതാണ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ് ഏത് പറയുന്നത് തേർഡ് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അതെന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിറ്റർമൈൻസ് ദ ഓറിയന്റേഷൻ ഓഫ് സബ്ഷെൽ ഒരു സബ്ഷെല്ലിന്റെ ഓറിയന്റേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ആരാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ് എന്ത് ചെയ്യുന്നത് സബ്ഷെല്ലിന്റെ ഓറിയന്റേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് നമുക്ക് കുറച്ച് ഇമേജ് വെച്ചാൽ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് എന്ത് ചെയ്യും ഇമേജ് വെച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ വാല്യൂ എവിടെ തൊട്ടാണ് വരുന്നത് -L2 + L ആണ് എന്തെന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ നമ്പേഴ്സ് വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓറിയന്റേഷൻ ഓഫ് ദ സബ്ഷെല്ലിന്റെ ഓറിയന്റേഷൻ ആണ് ആര് എന്ത് ചെയ്യുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് എവിടെ തൊട്ടാണ് -L2 + L നമുക്കറിയാം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ആ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ നെഗറ്റീവ് വാല്യൂ ടു പോസിറ്റീവ് -L2 + L എന്ന് പറഞ്ഞായിരിക്കും അതെന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ എസ് എന്ന് പറയുന്ന ഓർബിറ്റിൽ എന്താണ് നമുക്കറിയാം അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്താണ് 0 ആണ് വരുന്നത്. അപ്പോൾ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ 0 മാത്രമേ ഉള്ളൂ. അതേസമയം പി എന്ന് പറയുന്നത് എന്താണ് എൽ വാല്യൂ 1 ആണ് വരുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട് 1 വരുന്നുണ്ട് 0 വരുന്നുണ്ട് പിന്നെ എന്ത് വരുന്നുണ്ട് -1 വരുന്നുണ്ട്. ഡി എന്ന് പറയുന്ന സബ്ഷെല്ല് അത് എന്താണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ വരുന്നത് നമുക്ക് 2 ആണ്. അപ്പോൾ 2 1 0 -1 -2 ആ റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ -L2 + L എന്ന് പറയുന്ന റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് നമുക്ക് ചേഞ്ച് ആവുന്നത്. ഇനി ലാസ്റ്റ് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ എന്താണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ സ്പിൻ. നമുക്ക് എന്താ പറയുക എല്ലാ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട് അകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സ്പിൻ ചെയ്യുന്നുണ്ട്. അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് പറയുന്ന സാധനമാണ് എന്ന് പറയുന്നത് നമ്മുടെ സ്പിൻ ക്വാണ്ടം നമ്പർ. എന്താണ് ഡിറ്റർമൈൻസ് ദ റെപ്രസെന്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ സ്പിന്നിന്റെ ഡയറക്ഷൻ കാണിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ ഡിനോട്ടഡ് ബൈ എന്താണ് സ്മോൾ ലെറ്റേഴ്സ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ് ഒരു ആറ്റത്തിന്റെ അകത്ത് ഇലക്ട്രോണിന്റെ എന്താണ് സ്പിൻ റൊട്ടേഷൻ അതായത് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നതാണെന്ന് ആണ് ആര് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ പറയുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് +1/2 to -1/2 +1/2 എന്താണ് -1/2 വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. +1/2 പോസിറ്റീവ് 1/2 ആണെങ്കിൽ എന്തായിരിക്കും അത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് -1/2 ആണെങ്കിൽ എന്തായിരിക്കും അത് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരിക്കും. അപ്പോൾ +1/2 ആണെങ്കിൽ ക്ലോക്ക് വൈസും -1/2 ആണെങ്കിൽ എന്തായിരിക്കും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ 4 ക്വാണ്ടം നമ്പർ ഏതൊക്കെയായിരുന്നു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പിന്നെ ഏതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ പിന്നെ ഏതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പിന്നെ ഏതാണ് സ്പിൻ ക്വാണ്ടം. ഈ 4 നമ്പേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു എന്താണ് ഒരു ആറ്റത്തിന്റെ അകത്ത് ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് നമ്മൾ എത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഇതാണ് എന്താണ് ഈസിലി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ചാർട്ടാക്കി പറയുകയാണ് എന്താണ്
പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ എന്തുകൊണ്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? n എന്താണ് ആംഗുലർ മൊമെന്റ് അല്ലെങ്കിൽ സെക്കൻഡറി എന്താണ് മൊമെന്റ് ഏതാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ L വെച്ചാണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഏതാണ്? M. അതുപോലെ തന്നെ എന്താണ് സ്പിൻ ക്വാണ്ടം നമ്പർ എന്തായിരിക്കും? S വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. N, L, M, S. ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 1, 2, 3, 2 അപ് ടു എന്താണ് ഇൻഫിനിറ്റി വരെയാണ് എന്ത് വരുന്നത്? നമ്മുടെ പോസിറ്റീവ് വാല്യൂസ് ആണ് എന്ത് വരുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വരുന്നത്. എന്നിൻ്റെയും കാട്ടി ഒരു വാല്യൂ കുറവ് 0 to n-1 ആണ് ഏതെന്ന് പറയുന്നത്? അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ നമ്പർ എന്ന് പറയുന്നത്. ഇനി എന്താണോ അവിടെ കിട്ടുന്ന എൽ വാല്യൂ, അവിടെ എന്താണോ എൽ വാല്യൂ കിട്ടുന്നത് അതിന്റെ എന്താണ് -L2 + L എന്ന് പറയുന്നതായിരിക്കും ഏതെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ നമ്പർ എന്ന് പറയുന്നത്. സ്പിൻ നമ്പർ എപ്പോഴും എന്തായിരിക്കും? +1/2 അല്ലെങ്കിൽ -1/2. +1/2 ആണെങ്കിൽ ക്ലോക്ക് വൈസും -1/2 ആണെങ്കിൽ എന്താണ് ആന്റി ക്ലോക്ക് വൈസ്. ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഓർബിറ്റലിന്റെ സൈസ്, എനർജി ലെവൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ ഓർബിറ്റലിന്റെ സൈസ്, എനർജി ലെവലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഓർബിറ്റലിന്റെ ഷേപ്പ്, സബ്ഷെല്ലിന്റെ ഷേപ്പാണ് എന്ത് ചെയ്യുന്നത്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ ചെയ്യുന്നത്. ഇനി എന്താണ് ഓർബിറ്റലിന്റെ ഓറിയന്റേഷൻ, ഏത് രീതിക്ക് ഓർബിറ്റൽ എന്താണ് ഓറിയന്റ് ചെയ്യണം അതാണ് ആരെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ എന്താണ് ഇലക്ട്രോൺ സ്പിൻ, ഇലക്ട്രോൺ സ്പിന്നിന്റെ ഡയറക്ഷൻ ആര് എന്ത് ചെയ്യുന്നത്? ഡിറ്റർമൈൻ ചെയ്യുന്നത്. സ്പിൻ ക്വാണ്ടം നമ്പർ നമുക്ക് എന്ത് ചെയ്യുന്നത്? നൽകുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ്, എന്താണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും എന്താണ് ന്യൂക്ലിയസ് നമ്മളുടെ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് വരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വഴി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെല്ലിന്റെ എന്താണ് ഓരോ ഷെല്ലിന്റെ ഓർബിറ്റൽസിന്റെ എന്താണ് ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എസ് എന്ന് പറയുന്നൊരു സബ്ഷെല്ല് ഏത് ഷേപ്പിലായിരിക്കും നമുക്ക് വരുന്നത്? സ്പെറിക്കൽ ഷേപ്പ്. സ്പെറിക്കൽ ഷേപ്പിലാണ് നമുക്ക് എന്ത് വരുന്നത്? എസ് എന്ന് പറയുന്ന ഒരു ഓർബിറ്റിൽ വരുന്നത്. ആ സമയം പി എന്ന് പറയുന്ന ഒരു ഓർബിറ്റിൽ എന്താണ് ഡംബൽ ഷേപ്പ്, ഡംബൽ ഷേപ്പിലാണ് എന്ത് വരുന്നത്? പി എന്ന് പറയുന്ന ഒരു സബ്ഷെല്ല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ പറ്റുന്നത്. അതേസമയം ഡി എന്ന് പറയുന്ന സബ്ഷെല്ല് ആണെങ്കിൽ എന്താണ് നമുക്ക് ഇവിടെ ഡബിൾ ഡംബലിന്റെ ഷേപ്പിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഓർബിറ്റൽസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ എഫ് എന്നൊക്കെ വരുമ്പോൾ എന്താണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്സുകളാണ് എന്ത് വരുന്നത്? കാരണം ഇവിടെ തന്നെ നമുക്കറിയാം കാരണം വന്നപ്പോൾ തന്നെ ഇതാണ് ഷേപ്പ്. അപ്പോൾ എഫ് ഒക്കെ വരുമ്പോൾ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പുകളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സബ്ഷെൽസിനൊക്കെയും കാണാൻ പറ്റുന്നത്. അപ്പോൾ എസ് എന്ന് പറയുന്ന സബ്ഷെല്ല് ഇത് ഓർത്തിരിക്കുക. എസ് എന്ന് പറയുന്ന സബ്ഷെല്ല് എസ് ഓർബിറ്റിൽ ഏത് ഷേപ്പിലാണ്? സ്പെറിക്കൽ ഷേപ്പിലാണ് വരുന്നത്. ഇനി പി ഓർബിറ്റിലാണെങ്കിൽ എങ്ങനെയാണ്? ഡംബൽ ഷേപ്പിലാണ് വരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഡി എന്ന് പറയുന്ന ഓർബിറ്റിൽ എന്തായിരിക്കും? ഡബിൾ ഡംബലിന്റെ ഷേപ്പിലാണ് ഇത് വരുന്നത്. ഓറിയന്റേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്തായിരുന്നു? സ്പേസിലെ എന്താണ് ഓർബിറ്റൽസിന്റെ എന്താണ് ഇലക്ട്രോണുകളുടെ ഓറിയന്റേഷൻ ആണ് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പറയുന്നത്. അതുപോലെ തന്നെ സ്പിൻ എന്താണ്? സ്പിൻ ഡയറക്ഷൻ ആണ് ആര് തരുന്നത്? സ്പിൻ ക്വാണ്ടം നമ്പർ നമുക്ക് നൽകുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പടം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത നമുക്ക് പഠിക്കേണ്ട ഒരു പ്രിൻസിപ്പിളാണ് ഏതെന്ന് പറയുന്നത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഓൾ ദ 4 ക്വാണ്ടം നമ്പർ ഓഫ് എനി 2 ഇലക്ട്രോൺ ഇൻ എൻ ആറ്റം കനോട്ട് ബി ഐഡന്റിക്കൽ. ഒരു ഇലക്ട്രോൺ എന്താണ് ഈ 4 നമ്പറും ഒരുപോലെ വരാൻ പറ്റത്തില്ല എന്നാണ് ആര് പറയുന്നത്? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ഇപ്പൊ എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ 2 എണ്ണത്തിന് സെയിം ആവാൻ പറ്റും. എൽ എന്ത് ചെയ്യാൻ പറ്റും? 2 എണ്ണത്തിന് സെയിം ആവാൻ പറ്റും. എന്താണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എമ്മും എന്ത് ചെയ്യാൻ പറ്റും? സെയിം ആവാൻ പറ്റും. ഇത് 3 സെയിം ആണെങ്കിൽ എന്തായിരിക്കും അവസാനം വരുന്ന ക്വാണ്ടം നമ്പർ എന്തായിരിക്കും? ഒന്നിലും അത് 1/2ഉം മറ്റേന്റെ എന്തായിരിക്കും? -1/2. ഈ 4 നമ്പർ ഒന്നിലും എന്ത് ചെയ്യണം? n ഡിഫറൻ്റ് ആയിരിക്കണം. അഥവാ n സെയിം ആണെങ്കിൽ എന്ത് ചെയ്യണം? l ഡിഫറൻ്റ് ആയിരിക്കണം. l ഡിഫറൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും? m ഡിഫറൻ്റ് ആയിരിക്കണം. അഥവാ ഇത് 3 സെയിം ആണെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യണം? സ്പിൻ എങ്കിലും എന്ത് ചെയ്യിക്കണം? ഡിഫറൻറ്റ് ഓറിയൻറ്റേഷൻ. ഒന്ന് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റെന്തായിരിക്കും? ആന്റി ക്ലോക്ക് വൈസിലായിരിക്കണം എന്ത് ചെയ്തിരിക്കണം? ഓറിയന്റേഷൻ നടത്തേണ്ടിയിരിക്കണം. ഈ 4 ക്വാണ്ടം നമ്പരും ഒരുപോലെ 2 ഇലക്ട്രോണിന് എന്താ പറ്റുന്ന സെയിം ആവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിളാണ് ആരുടെ എന്ന് പറയുന്നത്? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? എന്താണ് പറയുന്നത്? ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺ എന്താണ് ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോൺസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെയിം ആയിട്ട് 4 ക്വാണ്ടം നമ്പേഴ്സ് എന്താവാൻ പറ്റത്തില്ല? സെയിം ആയിട്ട് വരാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞ ഇതായിരുന്നു പറയുന്നത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പിന്നെ അടുത്ത ഒരു പ്രിൻസിപ്പിളാണ് ഏതെന്ന് പറയുന്നത്? ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ വാക്കിന്റെ തന്നെ അർത്ഥം എന്താണ്? ബിൽഡിംഗ് അപ്പ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എന്നാണ് എന്താന്ന് പറയുന്നത്? ഓഫ് ബോ എന്ന് പറയുന്നൊരു വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ വേരിയസ് ഓർബിറ്റൽസ് ഇൻ ഓർഡർ ഓഫ് ദിയർ ഇൻക്രീസിംഗ്. അവരുടെ എന്താണ് ഓരോ സബ്ഷെല്ലിന്റെയും എനർജിയുടെ ഓരോ ഓർബിറ്റൽസിന്റെയും എനർജിയുടെ ഇൻക്രീസിംഗിന്റെ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് എന്ത് ചെയ്തിരിക്കുന്നത്? ഫില്ല് ചെയ്തിരിക്കുന്നത് പറയാനായിരുന്നു പറഞ്ഞത് ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആദ്യം ആരായിരിക്കും ഫില്ല് ചെയ്യുന്നത്? ആൻഡ് ഓർബിറ്റൽ ഓഫ് ലോവർ എനർജീസിൽ ഫിൽഡ് ഫസ്റ്റ്. എന്താണ് ഏറ്റവും എനർജി കുറവുള്ള ഷെല്ലായിരിക്കും എന്ത് ചെയ്യുന്നത്? ആദ്യം ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഹയർ എനർജിയിലുള്ള ഷെല്ലുകൾ എന്ത് ചെയ്യും?
ഫില്ല് ആവുന്നതെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പണ്ട് ഈ ടേബിളൊക്കെ എന്താ സ്കൂൾ ടീച്ചർമാർ എന്ത് ചെയ്യാറുണ്ട്, വരച്ച് പഠിപ്പിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താണ് ആദ്യം ഫില്ല് ചെയ്യുന്ന ഷെല്ല് എന്ന് പറയുന്നതായിരിക്കും 1s. 1s എന്ന് പറയുന്ന സാധനമായിരിക്കും എന്ത് ചെയ്യുന്നത്, ആദ്യം ഫില്ല് ചെയ്യുന്നത്. പിന്നെ ഏതായിരിക്കും 2s ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്. പിന്നെ അടുത്ത ആര് വരത്തുള്ളൂ, 2p ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ആര് ഫില്ല് ചെയ്യത്തുള്ളൂ, 3s എന്ന് പറയുന്ന സബ് ഷെല്ല് എന്ത് ചെയ്യാറുള്ളൂ, നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇപ്പോൾ 1s 2s 3s 4s 5s എഴുതുക, 2p 3p 4p 5p, അതുപോലെ തന്നെ 3d 4d 5d 4f 5f 6f. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ക്രോസ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 1s കവർ ചെയ്യുക, 2s കവർ ചെയ്യുക, അടുത്ത ആര് വരും, 2pയും വരും, പിന്നെ ആര് വരും, 3s. 2p കഴിഞ്ഞാൽ ആര് വരും, 3s ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആര് വരത്തുള്ളൂ, 3pയും 4s വരത്തുള്ളൂ. 3pയും 4s എന്തായിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അതിനുശേഷം ആര് വരുന്നുണ്ട്, 3d വരുന്നുണ്ട്, 4p വരുന്നുണ്ട്, പിന്നെ ഏത് വരുന്നുണ്ട്, 5s വരുന്നുണ്ട്. ഈ ഒരു സ്ലാൻഡിങ് കട്ടില്ലേ, ഈ രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ നമുക്ക് എന്താണ് 10 ഇലക്ട്രോൺ ആണ് എന്താ ചെയ്യുന്നത് ഒരു ആറ്റത്തിൻ്റെ അകത്തുള്ളെങ്കിൽ, ആദ്യത്തെ 2 ഇലക്ട്രോൺ ആർക്കായിരിക്കും പോകുന്നത്, 1s. എന്താണ് എസ് എന്ന് പറഞ്ഞ സബ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ഇലക്ട്രോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യത്തെ 2 ആർക്ക് പോകും, 1s പോകും. വീണ്ടും 2 ആർക്ക് പോകും, 2s പോകും. അത് കഴിഞ്ഞിട്ട് ആയിരിക്കും 6 ആർക്കായിരിക്കും വരുന്നത്, 2p ആയിരിക്കും വരുന്നത്. പിന്നെ അടുത്ത വരത്തുള്ളത് എന്താണ്, 3s. ആ ഒരു രീതിക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും ഒരു എന്താണ് അറ്റോമിക് നമ്പർ 20 തന്നിട്ട് നിങ്ങളത് എന്താണ് അറ്റോമിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതാം, ആദ്യം നിങ്ങൾ ആർക്ക് കൊടുക്കണം, 1s2. 1s2 എന്ത് ചെയ്യണം, 2 ഇലക്ട്രോൺ കൊടുക്കണം. 1s2 എന്ത് ചെയ്യണം, 2 ഇലക്ട്രോൺ കൊടുക്കണം. അതടുത്ത് ആർക്ക് കൊടുക്കണം, 2s2 എന്ത് ചെയ്യും, 2 ഇലക്ട്രോൺ കൊടുക്കും. അത് കഴിഞ്ഞ് ആർക്ക് വരും, 2p6 എത്ര വരും, 6 വരും. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് 2 4 എത്ര എണ്ണമായി, 10 അടുത്ത് വീണ്ടും ആർക്ക് വരും, 3s2 വീണ്ടും എന്ത് വരും, 2 വരും. അടുത്ത് എന്ത് വരും, 3p6 വീണ്ടും 2 വരും. പിന്നെ എന്താണ് 4s2 എന്ത് ചെയ്യും, വീണ്ടും 2. അപ്പോൾ തന്നെ എത്രയായി, നമുക്ക് 4 + 6 10, മൊത്തം നമുക്ക് എന്താണ് 20 ഇലക്ട്രോൺസ് ആവും. അപ്പോൾ ഈ ഒരു ഓർഡർ ആദ്യം ആർക്ക് കൊടുക്കണം, നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, 1s കൊടുക്കണം. അത് കഴിഞ്ഞ് ആർക്ക് കൊടുക്കണം, 2s. അത് കഴിഞ്ഞ് ആർക്കെ കൊടുക്കാവൂ, 2p. എന്താണ് അവരുടെ എന്താണ് എനർജീസിൻ്റെ ഇൻക്രീസിങ് ഓർഡറുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ വേണ്ടി, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി. ഈ ഒരു ഓർഡർ ആദ്യം 1s, പിന്നെ 2s, പിന്നെ ഏതാണ് 2p 3s, പിന്നെ എന്താണ് 3p 4s 3d 4p 5s. ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. ഇനി നമുക്കറിയാം എന്താണ് എസ് എന്ന് പറഞ്ഞ ഷെല്ലിലാണെങ്കിൽ എന്താണ് അവിടെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ഇലക്ട്രോൺ കൊള്ളാൻ പറ്റും. പിയിലാണെങ്കിൽ എത്രയാണ് 6, ഡിയിലാണെങ്കിൽ എത്രയാണ് 10, എഫിലാണെങ്കിൽ എത്രയായിരിക്കും 14 ഇലക്ട്രോൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഈ ഒരു ഓർഡറിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടി, നമുക്ക് ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ വേണ്ടി, ഫില്ല് ചെയ്ത് പോകാൻ വേണ്ടി. ഓക്കെ അല്ലേ, ഓക്കെ. പിന്നെ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ഏതെന്ന് പറയുന്നത് ഹൺസ് റൂൾ. എന്താ പറയുന്നത്, ഇഫ് 2 or more orbitals of equal energy are available, electron will occupy them singly before filling them in pair. എന്താണ് നമുക്കിപ്പോൾ അറിയാം, എന്താണ് ഒരുപാട് നമുക്ക് എന്തുണ്ട് സബ്ഷെല്ലുകൾ ഓർബിറ്റൽസ് നമുക്കുണ്ട്. അപ്പോൾ എന്താണ് ഓരോ ഓർബിറ്റിലും എന്താണ് ഈക്വൽ എനർജി ഉള്ള ഓർബിറ്റലിൽ എന്താണ് ഈക്വലി എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൊടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാറുള്ളൂ, അവിടെ പെയറിങ് നമുക്ക് എന്ത് ചെയ്യാറുള്ളൂ, നടക്കാറുള്ളൂ. ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ എന്താണ് മൊത്തം നമുക്ക് എത്രയാ, 7 ഇലക്ട്രോൺ ഉള്ളൊരു ആറ്റമാണെന്ന് വിചാരിക്കാം. നമുക്ക് അവിടെ എന്ത് ചെയ്യും, 1s നമുക്ക് എത്ര എണ്ണം കൊടുക്കണം, 1s നമുക്ക് 2 നമുക്ക് എന്ത് ചെയ്യണം, ഓൾറെഡി കൊടുക്കണം. 2s നമ്മൾ എന്ത് ചെയ്തു, 2 ഫില്ല് ചെയ്തു. 2s നമ്മൾ എന്ത് ചെയ്തു, 2 ഫില്ല് ചെയ്തു. അടുത്ത് നമുക്ക് ബാക്കി എത്ര എണ്ണം ഉണ്ട്, 3 ഇലക്ട്രോൺ ഉണ്ട്. 3 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം, പിയിൽ നമുക്ക് മൊത്തം എത്ര എണ്ണം ഉണ്ട്, 6 ഇലക്ട്രോൺ നമുക്ക് വരുമെന്ന് അറിയാം. അതായത് എവിടെ നമുക്ക് എന്താണ് 2 വരണം, എവിടെ എന്ത് വരും 2 വരണം, എവിടെ എന്ത് ചെയ്യും 2 വരണം. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പി ഷെല്ലിൽ നമുക്ക് മൊത്തം 6 ഇലക്ട്രോൺ വരുമെന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് എന്താണ്, ഒന്ന് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റെന്താണ് ആൻറ്റി ക്ലോക്ക്. ഒന്ന് ക്ലോക്ക് വൈസ് എങ്കിൽ മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസ്. എന്താണ് നമ്മുടെ ആൻസർ റൂൾ പറയുന്നത്, ഒരു ഷെല്ലിൽ എന്താണ് ഇപ്പോൾ ഇത് മൂന്നും എന്താണ് ഈക്വലി എന്താണ് എല്ലാം എന്താണ് പിന്റെ ഷെല്ലാണ്, പി ഷെല്ലാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, എവിടെയും നമുക്ക് 2 മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, എവിടെ 2 അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, എവിടെ എന്ത് ചെയ്യാൻ പറ്റും, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഈ എല്ലാ ഷെല്ലിനും എന്താണ് ഈ വരുന്ന എല്ലാ ഓർബിറ്റൽസും എന്താണ് ഈക്വൽ എനർജിയാണ്. പിയുടെ വരുന്ന 3 ഷെല്ലിനും എന്താണ് ഈക്വൽ എനർജിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എല്ലാത്തവർക്കും എന്ത് ചെയ്യണം, ഓരോന്ന് വെച്ച് എന്ത് ചെയ്യുക, ആദ്യം ഫില്ല് ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക, 3 പേർക്കും ഓരോന്ന് വെച്ച് ഫില്ല് ചെയ്യുക. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആദ്യത്തെ ഷെല്ലിൽ എന്താണ് 2 അടുത്ത ഷെല്ലിൽ എന്താണ് 1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എന്താണ് ഈ 3 ഷെല്ലിന് ഈ 3 എനർജി എന്തിനും എന്താണ് 3 ഷെല്ലിന് എന്താണ് ഒരേ എനർജിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ എവിടെ ഫില്ല് ചെയ്യുന്നു, എവിടെ എന്ത് ചെയ്യുന്ന എന്താണ് പാർഷ്യലി ഫില്ല്, ഒന്ന് മാത്രം ഫില്ല് ചെയ്യുന്നു, എവിടെ എന്താണ് എം ടി ആയിട്ട് കിടക്കണം. ആ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എന്താണ് ഒരു എന്താണ് 2 or more ഓർബിറ്റൽസ് എന്താണ് സെയിം എനർജി ഉള്ള 2 or 2-ലധികമോ എന്താണ് ഈ എല്ലാ ഓർബിറ്റൽസും എന്താണ് സെയിം എനർജിയാണ്. അപ്പോൾ എന്താണ്
സെയിം എനർജി ഉള്ള രണ്ടോ അതിലധികം ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, എല്ലാവർക്കും എന്താണ് സിംഗിളി ആദ്യം എന്താണ് എല്ലാവരും സിംഗിളി ഒക്കുപ്പ് ചെയ്യണം. എല്ലാവർക്കും എന്താണ് ആദ്യം ഓരോ ഇലക്ട്രോൺസ് കൊടുത്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെയറിങ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്ക് 4 എണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം 3 പേർക്ക് ഓരോന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യും, അടുത്തയാൾക്ക് എന്ത് ചെയ്യും, ആൻറ്റി ക്ലോക്ക് വൈസ് അടുത്തേക്ക് കൊടുക്കും. വീണ്ടും അടുത്തൊന്നും ഇതാണെങ്കിൽ എന്ത് ചെയ്യും, എവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഒന്ന് കൊടുക്കും, എവിടെ എന്ത് ചെയ്യും, ആൻറ്റി ക്ലോക്ക് വൈസ് കൊടുക്കുക. അപ്പോൾ എന്താണ് ഓരോരുത്തർക്കും സിംഗിളി ഇൻഡിവിജ്വലി എന്താണ് ഓരോരുത്തർക്കും എല്ലാ ഓർബിറ്റൽസും സെയിം എനർജി ചെയ്യുന്ന എല്ലാ ഓർബിറ്റൽസിലും എന്താണ് സിംഗിളി കൊടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുള്ളൂ, പെയറിങ് നടക്കത്തുള്ളൂ. അല്ലാതെ ആദ്യത്തിന് 2 എണ്ണം കൊടുത്തിട്ട് ബാക്കി വരുന്ന ഒരാൾക്ക് കൊടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. എന്താണ് ഈക്വലി എന്താണ് എല്ലാവരും സമത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ആറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എല്ലാവർക്കും എല്ലാ ഓർബിറ്റൽസും എന്താണ് ഓരോന്ന് വെച്ചെങ്കിലും കൊടുത്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അടുത്ത പെയറിങ് നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഹൺസ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുമ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതൊരു ആറ്റം തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, മാത്രം മതി, ഈ ഒരു സാധനം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഏതാണ് ഈ ഒരു ഓർഡർ ആരായിരിക്കും വരുന്നത്, 1s2, പിന്നെന്താണ് 2s2, പിന്നെന്താണ് 2p, പിന്നെന്താണ് 3s2, 3p6, പിന്നെന്താണ് 4s2, 3d10, 4p6, 5s2. ഈ ഒരു ഓർഡറിൽ തന്നെ എന്ത് ചെയ്യുക, എഴുതി പോവുക. ഏതാണ് 1s2, 2s2, 2p6, 3s2, 3p6, 4s2. ആ ഒരു ഓർഡറിൽ എന്ത് ചെയ്യുക, നിരത്തി പോകും. ഇപ്പോൾ 2 എണ്ണം ഉള്ളതെങ്കിൽ അത് ആർക്ക് വരും, 2s മാത്രം വരും, 1s മാത്രം വരും. അടുത്ത് 4 എണ്ണം ഉണ്ടെങ്കിൽ എന്താണ്, എവിടെ 2, മൊത്തം 4. 10 എണ്ണം വരുന്നെങ്കിൽ അടുത്ത് എവിടെ വരും, 12 ആണെങ്കിൽ അങ്ങനെ. ആ ഒരു ഓർഡറിൽ എന്ത് ചെയ്യുക, നമ്മൾ ഫില്ല് ചെയ്തു. അതാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, എല്ലാവരും ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കാണുക, എന്ത് ചെയ്യുക, ഒരു ഐഡിയ നിങ്ങൾക്ക് എങ്ങനെ ഫില്ല് ചെയ്യുന്നത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അടുത്ത കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുന്നത്, ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് എന്താണ് നെക്സ്റ്റ് ക്ലാസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യും. നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, കുറച്ച് പേർക്കെങ്കിലും ഐഡിയ ഉണ്ടായിരിക്കും, കുറച്ച് പേർക്കെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് ബേസ് പറഞ്ഞത്. അപ്പോൾ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, കണ്ട് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വരിക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പ്രോബ്ലംസ് ഉൾപ്പെടെ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബാക്കി നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് ഉൾപ്പെടെയുള്ള നമ്മുടെ ടോപ്പിക്സിലേക്ക് പോകുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിന് മുമ്പ് എന്ത് ചെയ്യുക, എല്ലാവരും വീഡിയോ കാണുക, പഠിക്കുക. ഇനി ഈ ക്ലാസ് മാത്രമല്ല, നമുക്ക് ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സീരിയസ് ആയിട്ട് എന്താണ് നമ്മുടെ പൊളിറ്റിയും സമീക്ഷ ഹിസ്റ്ററി ആയിട്ട്, അതുപോലെ തന്നെ പൊളിറ്റി നമ്മുടെ ആകാശമൊക്കെ ആയിട്ട് നമുക്ക് ഡെയിലി വീഡിയോസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ സീരീസ് എന്ത് ചെയ്യുക, എല്ലാവരും കറക്റ്റായിട്ട് കാണുക. എന്ത് ചെയ്യുക, അടുത്ത എക്സാം നമുക്കുള്ളത് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നല്ലപോലെ പഠിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുവരെയും സന്ധിക്കും വരെയും വണക്കം.